കോടതി കുറ്റവാളിയെന്ന് വിധിക്കപ്പെടുന്നതിന് മുമ്പ് കുറ്റവാളിയാക്കപ്പെട്ട് മാധ്യമ വിചാരണ നേരിടേണ്ടി വന്ന, സാമൂഹിക വിചാരണ നേരിടേണ്ടി വന്ന, സാമൂഹിക വിലക്ക് നേരിടേണ്ടി വന്ന ഹതഭാഗ്യർ. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന നീതിന്യായ വ്യവസ്ഥയുടെ പൊൻതൂവലിൽ പൊതിഞ്ഞ വാക്കുകളിൽ കൊടിയ പീഡനത്തിൻ്റെ, അതിക്രൂര മർദ്ദനത്തിൻ്റെ ബലിയാടുകളാകേണ്ടി വന്ന ഹതഭാഗ്യർക്ക് വേണ്ടി ഞാൻ എൻ്റെ ഈ കഥ സമർപ്പിക്കുന്നു. വിചാരണ. സുഹൃത്തുക്കളെ, മണവാട്ടിക്കോഴി എന്ന എൻ്റെ ചാനലിലൂടെ ഹൃദ്യമായ മലയാളം ചെറുകഥകളാണ് നിങ്ങൾ ആസ്വദിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. വിചാരണ. 21/6/1999 പ്രമുഖ മാധ്യമങ്ങളിലെ വാർത്ത. ഇടുക്കി ഇടമലക്കുടിയിൽ കഞ്ചാവ് വേട്ട. 5 ഏക്കർ കഞ്ചാവ് കത്തിയെരിഞ്ഞു. പ്രതി പത്തനംതിട്ട ഇടമൺ സ്വദേശി രാജേഷ് 29 വയസ്സ് പിടിയിൽ. പ്രതിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു വാർത്തയിൽ. പ്രതിക്ക് കഞ്ചാവ് ലോബിയുമായി പൂർവ്വബന്ധം. പ്രതി ഓടിച്ചിരുന്ന ഓട്ടോയിൽ നിന്നും 2 വർഷം മുൻപ് കഞ്ചാവുമായി യാത്ര ചെയ്തിരുന്ന 2 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസിനെ കണ്ടു ഭയന്ന പ്രതി കഞ്ചാവ് തോട്ടത്തിന് തീയിട്ടു. പ്രതിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. പ്രതിയുടെ കയ്യിൽ നിന്നും കുപ്പിയിൽ ഡീസൽ കണ്ടെടുത്തു. വെള്ളിക്കോട് സെന്റ് തോമസ് ചർച്ച് സ്ഫോടന കേസിലും പ്രതിക്ക് പങ്കുള്ളതായി വിവരം. ഇടുക്കി സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഫ്ലാഷ് ബാക്ക്. മഴയുള്ള സന്ധ്യ. 7 മണിയാവുന്നു. പതിവിലും കൂടിയ ഇരുട്ടിനാലാവണം. ജംഗ്ഷനിൽ ആരുമില്ല. ഇനിയിവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. 6:15 മല്ലപ്പള്ളി പത്തനംതിട്ട ബസ് പോയി കഴിഞ്ഞാൽ ഇടത്രാമം എന്ന എൻ്റെ ഓട്ടോ താവളത്തിൽ പിന്നെ ആരും കാണില്ല ഓട്ടം വിളിക്കാൻ. എൻ്റെ കാക്കി ഉടുപ്പിൻ്റെ പോക്കറ്റിൽ നിന്നും ചുളിഞ്ഞ് തണുത്ത നോട്ടുകൾ പിറക്കി എണ്ണിയെടുത്തു ഞാൻ. 156 രൂപ. റിട്ടേൺ ഓട്ടത്തിൽ കിട്ടിയ ചില്ലറെല്ലാം കൂടി 16 രൂപ. എൻ്റെ ഇന്നത്തെ കൂലി 50 രൂപയും റിട്ടേൺ ഓട്ടത്തിൽ കിട്ടിയ കാശും മാറ്റിവെച്ച് ബാക്കി 106 രൂപ ഓട്ടോ കൊണ്ടിടുമ്പോൾ മുതലാളിക്ക് കൊടുക്കണം. ഞാൻ പതുക്കെ കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി. KL3A 1814 ആയില്യമെന്ന് നെറ്റിയിൽ പേരെഴുതിയിട്ടുണ്ടായിരുന്നു ആ വണ്ടിയുടേത്. 6 വോൾട്ടിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ അരണ്ട വെളിച്ചത്തിൽ മുച്ചക്രം പതുക്കെ ഞങ്ങളുടെ ആലിൻ ചുവട്ടിൽ നിന്ന് വളവ് തിരിഞ്ഞ് അമ്പലക്കുളത്തിൻ്റെ അരികിലെ മൺപാതയിലൂടെ കടകട ശബ്ദമുണ്ടാക്കി കുലുങ്ങിച്ചാടി കടന്നുപോയി. കയറ്റവും പൊട്ടിപ്പൊളിഞ്ഞ റോഡും. എൻ്റെ വണ്ടി പതുക്കെ മുകളിലേക്ക് തന്നെ കയറി. കുറച്ചങ്ങോട്ട് കയറുമ്പോൾ വലത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. മഴ പെയ്ത് ഒലിച്ചിറങ്ങിയ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന കല്ലുകൾക്കിടയിലൂടെ ആ 3 ചക്രങ്ങൾ പതുക്കെ ചാടിയും തെന്നിയും പതുക്കെ മുന്നോട്ട് നീങ്ങി. 1/2 ഫർലോങ് ദൂരം. ജോണേട്ടൻ്റെ വീട് വലതുവശത്താണ്. ഞാൻ പതുക്കെ ജോണേട്ടൻ്റെ മുറ്റത്തേക്ക് വണ്ടി തിരിച്ചു. വണ്ടി നിർത്തി കാശും കൊടുത്ത് തിരിച്ചു നടക്കുമ്പോഴാണ് പുറകെ നിന്നൊരു വിളി. ഡാ, ഒരു ഓട്ടം കൂടിയുണ്ട്, നിനക്ക് പോകാമോ? അവിടെ ലാൻഡ് ലൈൻ ഫോണിൽ പറക്കക്കാരൻ കുഞ്ഞോയ് ചേട്ടൻ വിളിച്ചതാണ് പോലും. കുഞ്ഞോയുടെ സ്വന്തം വണ്ടി എന്തോ സ്റ്റാർട്ടിങ് ട്രബിൾ, സ്റ്റാർട്ടാവുന്നില്ലെന്ന്. ഞാൻ കരുതി പോയേക്കാം, എത്ര രാത്രിയായാലും ഒരോട്ടം കൂടി കിട്ടുന്നതല്ലേ, ഇന്നത്തെ ഈ കൂലിയിൽ ഒന്നും ആവില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. ഞാൻ നേരെ വണ്ടിയെടുത്ത് എൻ്റെ വീടിൻ്റെ മുകളിലെ റോഡിൽ നിർത്തി. അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ, ഞാനൊന്ന് വരാൻ വൈകും, രാത്രി ഒരു ഓട്ടം ഉണ്ട്, എന്നെ നോക്കിയിരിക്കണ്ട, കഴിച്ചിട്ട് കിടന്നോണേ. വാതിലിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അമ്മ ഇറങ്ങി വന്നു. കയ്യിൽ എന്തോ ഒരു കവറുണ്ട്. എന്തായിരിക്കും അത്? മോനെ, ഇന്ന് പോസ്റ്റ്മാൻ ഒരു കവർ കൊണ്ടു തന്നു, ഞാൻ പൊട്ടിച്ചില്ല, മോൻ വന്ന് നോക്കിയിട്ട് പോകും. ഞാൻ കരുതിയതുപോലെ തന്നെ വീണ്ടും കരുതി, എനിക്കൊരു കവറോ, എന്തായിരിക്കും ആ കവറിൽ? എന്തായാലും ഞാൻ പതുക്കെ കുത്തനെ കിടക്കുന്ന കല്ലുകൾ ചവിട്ടി വീട്ടിലേക്ക് ഇറങ്ങി. അമ്മയുടെ കയ്യിൽ നിന്നും ആ കവർ വാങ്ങി നോക്കി. ഞാൻ ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു. ഓൺ IGS ഓൺലി എന്നതിൽ എഴുതിയിരിക്കുന്നു. ആകാംക്ഷ കൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിച്ചു വായിച്ചു. ഓരോ വരികളിലൂടെയും ഇരുട്ടിൻ്റെ മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ എൻ്റെ കണ്ണുകൾ പരതി. ആകാംക്ഷയും അത്ഭുതവും അതിലേറെ സന്തോഷവും കൊണ്ട് ഞാൻ സ്വയം മതിമറന്നു. ആ ഒറ്റമുറി വീടിൻ്റെ അകത്തു നിന്നും അച്ഛനും കൂടി പുറത്തേക്ക് വന്നു. ഞാൻ 2 പേരെയും കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടി. സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ.
നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പോകണം. ഏതായാലും പറഞ്ഞു വെച്ച ഓട്ടം പോയി പെട്ടെന്ന് തിരിച്ചു വരാം. ഞാൻ വാക്ക് പറഞ്ഞതല്ലേ, പോകാതിരിക്കാൻ പറ്റില്ല. തിടുക്കത്തിൽ തന്നെ ഞാൻ പുറകേക്ക് ഓടി ആ കവർ അമ്മയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു. മനസ്സിലെ സന്തോഷത്താൽ റോഡിൽ ഇരുട്ടൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നിയില്ല. റോഡ് ഒന്നും എനിക്ക് കാണാനേ കഴിയുന്നുണ്ടായിരുന്നില്ല. വണ്ടി നേരെ കുഞ്ഞായുടെ വീട്ടിലെത്തി. ഓലപ്പടക്കം, മാലപ്പടക്കം, അമിട്ട്, ഗുണ്ട്, നീലത്താമര, വർണ്ണത്തളിക, പേരുകൾ അനേകമാണ്. ശബ്ദവും വർണ്ണവും ആകാശത്ത് വിരിയുമ്പോൾ അനിയന്ത്രിതമായി മനുഷ്യനെ സന്തോഷിപ്പിക്കാനുള്ള എല്ലാവിധ സാധനങ്ങളും എൻ്റെ മുച്ചക്രവണ്ടിയിൽ കയറ്റി. വണ്ടി സ്റ്റാർട്ടാക്കി കിക്കർ താഴ്ത്തിയിട്ട് കുഞ്ഞോയ് ചേട്ടൻ എൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ഇടത്തും പുള്ളിയുടെ മോൻ മോഹൻകുമാർ എൻ്റെ വലത്തും ഇരുന്നു. കുഞ്ഞോൻ ചേട്ടൻ്റെ വായിൽ നിന്നും വരുന്ന കൽക്കരി നിറമുള്ള കട്ടറമ്മിൻ്റെ മണമടിച്ച് ഞാനും വണ്ടിയും മതോന്മത്തനായി രാജവീതിയിലെ രഥം പോലെ പതുക്കെ മുന്നോട്ട് നീങ്ങി. ചേട്ടൻ്റെ കട്ടറമ്മിന് പൂമ്പൊടിയായി ഇടതടവില്ലാതെ ഏവീട്ടി തീപ്പെട്ടിയുടെ ചുമലിൽ കൊള്ളികൾ ഉറഞ്ഞുകൊണ്ടേയിരുന്നു. കത്തിച്ചാമ്പലാവാൻ വെമ്പി ദിനേശ് വീടിയും. സമയം രാത്രി 8:30 കാണും. തിരിഞ്ഞും തിരിഞ്ഞും ഞങ്ങൾ വെള്ളിക്കോട് സെന്റ് തോമസ് ചർച്ചിലെത്തി. എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് തിരിച്ചു പോകണം. കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് തന്നെ സാധനങ്ങളെല്ലാം പെട്ടെന്ന് ഇറക്കി വെക്കാൻ നോക്കിയപ്പോൾ കുഞ്ഞോയ് ചേട്ടൻ അരയിൽ വെച്ച റമ്മിൻ്റെ കുപ്പയും കെട്ടിപ്പിടിച്ച് റോഡിൽ കിടക്കുന്നു. എൻ്റെ നെഞ്ചിലൂടെ ഒരു വെള്ളടി വീണു. വിളിച്ചിട്ടൊന്നും ഒരു രക്ഷയുമല്ല. കുറേയേറെ വിളിച്ചു. മോഹൻ ആകെ അങ്കലാപ്പിലായി. തറയിൽ കുഴികളെല്ലാം രാവിലെ തന്നെ വന്ന് കുഴിച്ചെങ്കിലും അതിൽ അമിട്ടും ഗുണ്ടും യഥാവിധം നിറയ്ക്കാൻ ഒരാളുടെ കൂടെ സഹായം വേണം. വണ്ടിയിൽ നിന്നും കെട്ടുകൾ ഇറക്കി വെക്കുന്നതിനിടയിൽ മോഹൻ ദയനീയമായി എന്നെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. പണ്ട് ജോലിയില്ലാത്ത ദിവസങ്ങൾ പലവട്ടം പടക്കം ഉണ്ടാക്കാനും വെടിക്കെട്ടിനും പോയ ചരിത്രം ഉണ്ടെനിക്ക്. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ലെന്നായി. പള്ളിപ്പെരുന്നാളാണ്. നേരത്തെ ഏറ്റ വെടിക്കെട്ടാണ്. ഇന്ന് ഈ വെടിക്കെട്ട് ഇവിടെ നടന്നില്ലെങ്കിൽ ജോണേട്ടൻ്റെ ഓട്ടോ അടക്കം എന്നെ കൂടി നാട്ടുകാരും കമ്മിറ്റിക്കാരും കത്തിക്കും എന്നോർത്തപ്പോൾ സാധനങ്ങൾ ഞാനും എടുത്തു വെൽക്കാൻ തുടങ്ങി. വഴിയിൽ കിടക്കുന്ന കുഞ്ഞോയ് ചേട്ടനെ നാട്ടുകാർ ചവിട്ടി മരിക്കാതിരിക്കാൻ മോഹൻ ഓട്ടോയുടെ പുറകയിൽ എടുത്തിട്ടിരുന്നു. തിടുക്കപ്പെട്ട് ഞാനും മോഹൻകുമാറും കൂടി എല്ലാം ഒരുവിധം സെറ്റ് ചെയ്തു. അതിനിടയിൽ സഹായിയായി അളിയൻ സുധിയും എപ്പോഴും എത്തിയിരുന്നു. അളിയൻ ഇച്ചിരി പൂസലാണ്. ഇച്ചിരിയല്ല, നല്ല പൂസലാണ്. ചെറുതായി ആടുന്നുമുണ്ട്. കാറ്റടിച്ച് പേരക്കമ്പ് പോലെ. എന്താവുമോ എന്തോ അറിയില്ല. എങ്കിലും കഴിയുന്ന രീതിയിൽ ഞാനും മോഹൻകുമാറും എല്ലാം ഒരുവിധം സെറ്റ് ചെയ്തിരുന്നു. നേരം കുറേയേറെ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പള്ളിയിലെ റാസയും പരിപാടിയും ഒക്കെ കഴിഞ്ഞ് അടുത്തത് വെടിക്കെട്ടിനായി നാട്ടുകാർ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേറെയായി. കമ്മിറ്റിക്കാർ 2-3 തവണ വന്ന് ചോദിച്ചു, എന്താ തുടങ്ങാത്തതെന്ന്. കുഞ്ഞോയ് എവിടെ? അടുത്ത ചോദ്യം. എങ്ങനെയെങ്കിലും ഇതൊന്ന് കത്തിച്ച് വിട്ടാൽ മതി എന്ന ചിന്തയിൽ ഞാനും. വെച്ചത് ശരിയാണോ, ഇത് പൊട്ടുമോ എന്ന് ഇങ്ങനെയുള്ള കമ്മിറ്റിക്കാരുടെ ചോദ്യം പുട്ടിന് തേങ്ങയിടുന്ന പോലെ വന്നുകൊണ്ടേയിരുന്നു. രണ്ടും കൽപ്പിച്ച് ഏകദേശം 3/4 മണിക്കൂർ വൈകിയെങ്കിലും ആദ്യത്തെ ഗുണ്ട് പൊട്ടി. പിന്നെ വാണം, മലർകുട, ഇങ്ങനെ ആകാശത്ത് വർണ്ണങ്ങൾ വിരിഞ്ഞുകൊണ്ടേയിരുന്നു. ആൾക്കാരുടെ കയ്യടിയും ബഹളവും സന്തോഷവും ആർപ്പും കൂവലും പരസ്പരം ഞങ്ങൾക്കൊന്നും കാണാനോ കേൾക്കാനോ പറ്റാത്ത അവസ്ഥ. ആകാശത്ത് പടക്കങ്ങൾ മാത്രം കാണുന്നു. ഏകദേശം 20-30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം ഒരുവിധം തീർന്നിരുന്നു. സമാധാനം, ഭാഗ്യം. ആകാശത്തെ വർണ്ണശലഭങ്ങളെ കണ്ട് ജനം കൈയടിച്ചു. പലരും പള്ളിയിൽ നിന്നും തിരിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു. നാളെ രാവിലെ ഇടുക്കി ഇടമലക്കുടിയിലെ ഗവൺമെന്റ് പ്രൈമറി ഹെൽത്ത് സെന്ററിൽ LDC-ആയി സർക്കാർ സർവീസ് ജോയിൻ ചെയ്യേണ്ട ഞാനാണ് ഇവിടെ ഈ നട്ടപ്പാതിരയ്ക്ക് പടക്കം പൊട്ടിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യാൻ? വിധി. ഞാൻ പതുക്കെ പോകാനായി എഴുന്നേറ്റു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. എടാ, ഒന്ന് പൊട്ടിയില്ലടാ എന്നും പറഞ്ഞ് അളിയൻ സുധി ഞങ്ങൾ കുഴിച്ചിട്ട ആ ഗുഡിന്റെ കുഴിയുടെ ഭാഗത്തേക്ക് പോകുന്നതും എന്തോ ഒന്ന് പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതും വളരെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചു. പിന്നെ നടന്നതൊന്നും ഓർമ്മയിലായിരുന്നു. വലിയൊരു തീഗോളമായിരുന്നു അത്. മോഹന്റെയും എന്റെയും ദേഹത്ത് തീ പടർന്നു. ഞാൻ പെട്ടെന്ന് നിലത്ത് കിടന്നിരുണ്ടു. കമ്മിറ്റിക്കാരിൽ ആർക്കൊക്കെയോ പരിക്ക് പറ്റി. എന്റെ വലത്തെ കൈ ശരിക്കും പൊള്ളി. ആരൊക്കെയോ വന്നു, ആരൊക്കെയോ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാനും പോയി ആശുപത്രിയിൽ. അവർ കുറച്ച് മരുന്നൊക്കെ വെച്ച് കെട്ടിത്തന്നു എന്റെ കയ്യിൽ. അളിയൻ സുധിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെന്ന് അറിയാൻ കഴിഞ്ഞു. എന്തോ ശരിക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ നിന്നും എല്ലാം കഴിഞ്ഞ് ഓട്ടോയുടെ അടുത്ത് വന്നപ്പോഴേക്കും അടുത്ത ദിവസം രാവിലെ 10 മണി. ഒന്നും അറിയാത്ത പോലെ സുരക്ഷിതനായി കുഞ്ഞോയ് ചേട്ടൻ ഓട്ടോയിലുണ്ട്. ബീഡിയും കത്തിച്ച്. ഒന്നും മിണ്ടിയില്ല. വണ്ടി സ്റ്റാർട്ടാക്കി ഞാൻ പതുക്കെ വീട്ടിലേക്ക് പോന്നു. പള്ളിയിലെ വെടിക്കെട്ടപകടം
ആരോ പറഞ്ഞ് വീട്ടിൽ നിറഞ്ഞിരുന്നു. അച്ഛനും അമ്മയും ആകെ പേടിച്ചിരിക്കുമായിരുന്നു. എന്നെ കണ്ടതോടുകൂടി അവരുടെ പേടിയും മാറി. സന്തോഷം. പതുക്കെ ഞാനൊന്ന് കുളിച്ചു. ഇനി ഇടമലക്കുടി എത്തണം. കൈനീളമുള്ള ഒരു ഉടുപ്പ് എടുത്തിട്ട് പൊള്ളൽ ആരും കാണാതെ അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ തൊട്ട് തൊഴുത് ഞാൻ സർക്കാർ ജോലിക്കാരനാവാനായി പുറപ്പെട്ടു. ഏകദേശം വൈകുന്നേരം 5 മണി ആയപ്പോഴാണ് ഞാൻ പള്ളിവാസലിലെത്തിയത്. ചായ കുടിക്കാനായി ഒരു കടയിൽ കയറി. നല്ല ക്ഷീണമുണ്ടായിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മുന്നിലായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ, കൂടെ ഒന്നും കഴിക്കുന്നില്ലേ? ഞാൻ മുഖത്തോട്ട് നോക്കി. ഒരു 25-30 പ്രായം, ഇരുനിറം. എൻ്റെ ക്ഷീണം കണ്ടിട്ടായിരിക്കും ചോദിച്ചത്. ഞാൻ പതുക്കെ പരിചയപ്പെട്ടു. പേര് ജിബു. ജിബുവും ഇടമലക്കുടിയിലേക്കാണ് അത്ര പോകുന്നത്. ഒരു മിനി ലോറിയുടെ ഡ്രൈവറുമാണ്. ഓ, രക്ഷപ്പെട്ടു. ഞാൻ ജിനുവിനെ ശരിക്കും ഒന്ന് പരിചയപ്പെട്ടു. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാൻ ജിബുവിൻ്റെ ചായയുടെ കാശും കൊടുത്തു. അങ്ങനെ ഞാൻ ജിബുവിൻ്റെ ലോറിയിൽ കയറി ഇടമലക്കുടിയിലേക്ക്. യാത്രയിൽ ഞങ്ങൾ കൂടുതലായി സംസാരിച്ചു. മാന്യനായി തോന്നി. ഇന്നൊരു രാത്രി എവിടെ അന്തി ഉറങ്ങും എന്ന ശങ്കയ്ക്കും അറുതിയായി. ആരും പരിചയമില്ലായിരുന്ന എങ്ങോട്ട്, എവിടെ? ഇടമലക്കുടിയിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു പോകുന്നത്. ഏതായാലും ജിബു പറഞ്ഞു, കൂടെ താമസിക്കാം ഒരു രാത്രി. ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു, എന്തിനാണ് പോകുന്നതെന്നും എല്ലാം. രാത്രി ഒരു 8:30 ആയപ്പോഴേക്കും ഏതോ മലമുകളിലുള്ള ഷീറ്റിട്ട ഒരു ഒറ്റമുറിയിൽ ഞാൻ എത്തിച്ചേർന്നു. ജിബു വണ്ടി പാർക്ക് ചെയ്തു. എങ്ങനെയൊക്കെയാണോ കയറി വന്ന് ഇരുട്ടും കാട്ടാനകളും മൃഗങ്ങളും എല്ലാം ഉണ്ടാവും ഈ റോഡിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാട്ടാനയും മൃഗത്തെയും ഒന്നും കണ്ടില്ല. പക്ഷേ റോഡിലെല്ലാം കുണ്ടും കുഴികളും നിറഞ്ഞതായിരുന്നു. ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങി നോക്കി. കണ്ണെത്താ ദൂരത്തോളം കാടാണോ പുല്ലാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം ഇരുട്ടായിരുന്നു. എങ്കിലും കാട് തന്നെയായിരുന്നു. കണ്ണിൽ കുത്തിയാൽ കാണാത്തത്ര ഇരുട്ട്, അതിലേറെ വിശപ്പും. ചായ കുടിച്ച കടയിൽ നിന്നും എന്തെങ്കിലും ഒന്നും വാങ്ങി വെക്കാൻ തോന്നാത്തത് ഞാൻ സ്വയം ശപിച്ചു. ഒന്നും ഉണ്ടാവില്ല എന്നറിയാം. എങ്കിലും ഞാൻ വെറുതെ ജിബുവിനോട് ചോദിച്ചു, എന്തെങ്കിലും കഴിക്കാനുണ്ടോ മാഷേ ഇവിടെ? ചിരിച്ചുകൊണ്ടവൻ പറഞ്ഞു, ഒന്നുമില്ലെന്ന്. ദൂരേക്ക് കൈ ചൂണ്ടി താഴെ ഒരു വെളിച്ചം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, അതൊരു ചായക്കടയാണ്, ചെന്ന് തട്ടി വിളിച്ചു നോക്ക്, രാത്രിയല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും കാണും. കണ്ടിട്ട് കുറച്ചേറെ ദൂരെയാണ്, ഇരുട്ടുമാണ്. എങ്കിലും ഞാൻ തീരുമാനിച്ചു, പോയേക്കാം. പതുക്കെ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് ഞാൻ താഴേക്ക് നടന്നു. കുറേയേറെ നടന്നു ഇരുട്ടത്ത്. കാലിലൊക്കെ കല്ലിടിച്ചും വീണും എങ്ങനെയൊക്കെയോ അവിടെ എത്തി. കത്തിച്ചു വെച്ച ഒരു ചില്ലുവിളക്കിന്റെ വെളിച്ചത്തിൽ ഓലമേഞ്ഞ ഒരു വീടും മുന്നിൽ ചെറിയ കട പോലെ തോന്നിക്കുന്ന ഒരു ചായ്പ്, മണ്ണുകൊണ്ട് പൊക്കിയുണ്ടാക്കിയ പാതകത്തിൽ 2 അടുപ്പും. നിലാവിന്റെ വെളിച്ചത്തിൽ ഇത്രയും എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഒരു തടിവെഞ്ചിൽ താടിയും മുടിയും നരച്ച ഒരാൾ കിടക്കുന്നു. എൻ്റെ കാലച്ചകേറ്റ് അദ്ദേഹം എഴുന്നേറ്റു. ഈ സമയത്ത് ആദ്യമായിട്ടായിരിക്കണം ഒരാൾ ഇവിടെയെന്ന് അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിൽ മനസ്സിലായി. ഞാൻ കാര്യം പറഞ്ഞു, ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിയിൽ ജോയിൻ ചെയ്യാമെന്ന പുതിയ ജോലിക്കാരനാണ്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സംസാരത്തിൽ ഭയങ്കര ബഹുമാനമുള്ളതുപോലെ എനിക്ക് തോന്നി. കടയിൽ കുറച്ച് മിഠായികൾ മാത്രമേ ഉള്ളൂ, നാളെ ചന്തയിൽ പോകണം. എങ്കിലും ഇരിക്കു സാറേ എന്ന് പറഞ്ഞ് അദ്ദേഹം കിടന്ന ബെഞ്ച് ചൂണ്ടിക്കാണിച്ച് പുറകിലേക്ക് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ 3-4 ഏത്തപ്പഴവുമുണ്ട് കയ്യിൽ. 2 ഞാൻ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു. ഇനി വന്ന അത്രയും ദൂരം തിരിച്ചു പോകണം. വിശപ്പിന്റെ കാഠിന്യത്താൽ ഇങ്ങോട്ട് വന്നത് അറിഞ്ഞിരുന്നില്ല. പക്ഷെ തിരിച്ചു പോകാൻ വെളിച്ചം വേണം. വെറുതെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും മെഴുകുതിരിയോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലെന്നായിരുന്നു മറുപടി. നിൽക്ക്, ഒരു നിമിഷം നോക്കട്ടെ ഞാൻ. പിന്നെ ആ ചേട്ടൻ തന്നെ ഒരു ചില്ലുകുപ്പിയിൽ തിരിയിട്ട വിളക്കും ഒരു തീപ്പെട്ടിയും തന്നു. എന്നിട്ട് പറഞ്ഞു, മണ്ണെണ്ണ എന്നെ ഇപ്പൊ കിട്ടാനില്ല, ഇപ്പോ അതുകൊണ്ട് ഡീസലാണ് ഒഴിച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചേക്കണേ. ഡീസൽ ഒഴിച്ചൊരു വിളക്ക് ആദ്യമായിട്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എങ്കിലും കയ്യിലുണ്ടായിരുന്ന എന്തോ ചില്ലറ പൈസ എടുത്ത് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട സാറേ, നമ്മൾ ഇനിയും കാണേണ്ടവരല്ലേ, പിന്നെ ആകാം. പോരാ നേരം ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു. ശങ്കരൻ ചേട്ടൻ എന്ന് വിളിച്ചോളൂ എന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞു. ഞാൻ പതുക്കെ ഇറങ്ങി നടന്നു. ആ അരണ്ട ഡീസൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എങ്ങനെയൊക്കെയോ മുകളിലെത്തി. ജിബു ഇപ്പോഴവിടെയുണ്ട്. ആരുടെയൊക്കെയോ സംസാരം കേൾക്കുന്നുണ്ട്. ആ ഒറ്റമുറിയുടെ സൈഡിൽ പ്ലാസ്റ്റിക് ഷീറ്റിട്ട ചായ്പിൽ ഞാനൊന്ന് എത്തി നോക്കി. 2 തടിമാടന്മാരോടൊപ്പം ജിബുവിനിരുന്നു മദ്യം കഴിക്കുകയാണ്. എന്നോട് വേണമെന്ന് ചോദിച്ചു. ശീലമില്ലെന്നും വേണ്ടെന്നും പറഞ്ഞു ഞാൻ. മനസ്സിൽ വല്ലാത്ത എന്തോ ഒരു പേടി തോന്നി. ഇന്നൊരു രാത്രിയല്ലേ, എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടണം.
ബാഗെടുത്ത് തലയിണയെ വെച്ച് അവിടെ കിടന്ന തടി ബെഞ്ചിൽ കിടന്നു. ഇന്നലെ രാത്രി ഒട്ടുമേ ഉറങ്ങാൻ പറ്റിയിരുന്നില്ല. കയ്യിലെ മുറിവ് ശരിക്കും നീറുന്നുണ്ട്. ഉറങ്ങിപ്പോയി ഞാൻ. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. രാത്രിയിൽ എപ്പോഴോ ഭയങ്കരമായ ചൂട് അനുഭവപ്പെട്ടു. പെട്ടെന്ന് കണ്ണുറ നോക്കി. ബൂട്ടുകൾ നിലത്തമരുന്ന ശബ്ദം വല്ലാതെ കേൾക്കുന്നു. കൂടെ അമിതമായുള്ള പ്രകാശവും എന്തോ കത്തുന്നത് പോലെ. ഞാൻ പെട്ടെന്ന് തന്നെ ബാഗുമെടുത്ത് പുറത്തേക്ക് ഓടി. ആ വീടിന് ചുറ്റുമുള്ള ഏതോ കാടോ പുല്ലോ എന്തോ കത്തുകയാണ്. എൻ്റെ ജീവിതവും സ്വപ്നവുമാണ് കത്തിയതെന്ന് മനസ്സിലാക്കാൻ ഒട്ടും വൈകിയിരുന്നില്ല.